നമസ്കാരം. കാപ്പ കേസ് പ്രതികൾക്കും കൊടും ക്രിമിനലുകൾക്കും സംരക്ഷണം കിട്ടാൻ CPM പോലൊരു സംഘടനയല്ലാതെ വേറൊന്നില്ല. അത്ര കരുതലാണ് അവർക്ക്. അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ടല്ലോ. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെ കാപ്പ കേസ് പ്രതി CPMൽ ചേർന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം. അതും വെറുതെ അങ്ങ് മെമ്പർഷിപ്പ് എടുത്തതല്ല കേട്ടോ. മന്ത്രിമാരുടെ അകമ്പടിയോടെയാണ് ഈ ഗുണ്ടകൾക്കുള്ള പാർട്ടി സ്വീകരണം നൽകിയത്. അതായത് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലാണ് മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രൻ CPMൽ ചേർന്നത്. ഗുണ്ടാ പാർട്ടി എന്ന് പിണറായി പാർട്ടിയെ വിളിക്കുന്നത് വെറുതെയല്ല എന്ന് ദിനംപ്രതി അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ സംഭവങ്ങളും മനു തോമസിന്റെ അനുഭവമൊക്കെ ഈ അടുത്തായി അരങ്ങേറിയതാണല്ലോ. ആ ലിസ്റ്റിലേക്ക് ഇതാ ഒരംഗം കൂടി പാർട്ടി അംഗത്വം എടുത്ത് ചേർന്നിരിക്കുന്നു. പുതുതായി വന്നവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രങ്ങൾ നിലവിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കാപ്പ ചുമത്തപ്പെട്ട ശരൺ ചന്ദ്രനെ നാടുകടത്താതെ വകുപ്പിലെ 15 പ്രകാരം താക്കീത് നൽകി വിട്ടു. എന്നാൽ പിന്നീട് പത്തനംതിട്ട സ്റ്റേഷനിലെ കേസിൽ ഇയാൾ പ്രതിയായതോടെ കാപ്പ ലംഘിച്ചതിന് മലയാലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ ജാമ്യം കിട്ടിയെങ്കിലും പത്തനംതിട്ടയിലെ കേസിൽ റിമാൻഡിലായി. ജൂൺ 23-നാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. കുമ്പഴയിൽ നടന്ന സമ്മേളനത്തിലാണ് CPM അംഗത്വം കൊടുത്തത്. മന്ത്രി വീണ ജോർജിനെ കൂടാതെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഓമല്ലൂർ ശങ്കരൻ, കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ, പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് BJPയിൽ നിന്നും ഇത്തരത്തിൽ പുറത്താക്കിയ കാപ്പ കേസ് പ്രതികളെ CPM ഏറ്റെടുത്തപ്പോൾ BJP പുറന്തള്ളിയവയെ CPM എടുത്തു തിന്നുന്ന കാര്യം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞതാണ്. അന്ന് അത്ര കണ്ട് പറഞ്ഞിട്ടും വീണ്ടും ഒരു നാണവുമില്ലാതെ തിരുത്തൽ പാർട്ടി വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ എന്ത് പറയാനാണ്? BJP പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് തെറ്റിലേക്ക് പോയവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ്. ഇങ്ങനെയുള്ള ഗുണ്ടാ നേതാക്കന്മാരെയാണ് ചെങ്കൊടി പാർട്ടിക്ക് ആവശ്യം. നിലപാട് നോക്കണേ. കേരളത്തിലെ CPMന്റെ നിലനിൽപ്പായി അവർ തന്നെ കണക്കാക്കുന്നവരാണല്ലോ ഇത്തരത്തിലുള്ള ഗുണ്ടകൾ. നീട്ടിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ ഒറ്റയ്ക്ക് നടന്നു വന്ന ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന പാർട്ടിയിൽ പിന്നെ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും അല്ലാതെ വേറെ ആർക്കാണ് അംഗത്വം നൽകുക? പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഓരോ ഏമാന്മാർക്കും പറയാനുള്ള ചരിത്രങ്ങളും ഇതൊക്കെ തന്നെയാണല്ലോ. ഇത് മാത്രമോ? എതിരെ നിൽക്കുന്ന സകലതിനെയും ഒതുക്കിക്കളയാനും രക്തസാക്ഷികളെ സൃഷ്ടിക്കാനും പാർട്ടിക്ക് എന്നും തുണയാകുന്നത് ഇവരൊക്കെ തന്നെയല്ലേ? അപ്പൊ പിന്നെ മന്ത്രിമാരുടെ അകമ്പടിയോടെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് സ്വീകരണം നടത്തേണ്ടത്? ഏതായാലും കൊള്ളാം, തിരുത്തലുകളൊക്കെ പാർട്ടി നല്ല ഗംഭീരമായി തന്നെ നടത്തുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പാർട്ടി അംഗത്വം സ്വീകരിച്ച് ഒട്ടേറെ പേരെത്തും. അതേപോലെ വോട്ടിന്റെ എണ്ണവും കൂടും. മാതൃകയാകൽ ലേശം കൂടുന്നുണ്ട്.